ദേവി സർവജ്ഞവും മാറ്റി ഐശ്വര്യണ്ടാക്കണേ ദേവി രക്ഷിക്കണേ. എടാ സഞ്ജു, എന്തല്ലടാ? ഞാൻ തൊട്ടടുത്തുമ്മയാടാ നീ പ്രാർത്ഥിക്കുമ്പോൾ. ഭയങ്കര സീരിയസ് പ്രാർത്ഥനയാണല്ലോ. ഞാൻ കണ്ടില്ല. എന്തേലും ഇത്ര മാത്രം പ്രാർത്ഥിക്കാതെ? ഒന്നുമില്ലടാ, വെറുതെ ഒന്നുമല്ല. നീ അമ്പലത്തിലേക്ക് ആണ്ടിൽ സംക്രാന്തിക്ക് മാത്രമേ വരുന്നു, ഞാൻ കാണുന്നില്ലേ? അല്ല പറ, എന്താണ് ഇത്ര സീരിയസ് പ്രശ്നം? കാര്യത്തിനല്ല, സാധാരണ സംഭവം തന്നെ. സാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ എടാ, ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തിനടുത്തായില്ലേ? ആ, വീട്ടില് സാമ്പാറും അതിന്റെ കറികളൊന്നും തീരുന്നില്ലടാ. അതിന് എടാ, എനക്കാ തിന്നിട്ട് മതിയായി, മടുത്ത്. ഓ അല്ല, എന്റെ പ്രശ്നമാണ് നീ വല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാനും നിന്നെ പോലെ തന്നെ നോർമലായിട്ട് ഇങ്ങനെ പ്രാർത്ഥനകൾ ഇതൊക്കെ തന്നെ. അത് ശരി. അപ്പൊ എന്റെതല്ല എന്നോട് ഞാൻ തുറന്നു പറയാം, എനിക്ക് എന്നോട് പറഞ്ഞൂടാ അല്ലേ? എന്റെ കാര്യം ഒന്ന് പറ. ഒന്നുമില്ലടാ, എന്റെ വീട്ടില് എന്നെങ്കിലും ഒന്ന് അടുപ്പ് പോഞ്ഞാൽ മതി എന്നാണ് ഞാൻ എന്റെ ദേവിയോട് പ്രാർത്ഥിച്ചത്. അപ്പൊ എന്റെ വീട്ടിൽ ചോറും കറിയും നോക്കല്ലടാ? ആ അമ്മേ, മോനെ, ആ സാമ്പാറും ചോറും കളയണ്ട കേട്ടാ. ഹലോ. ഞാൻ വീട്ടിൽ വന്നിട്ട് തിന്നോളാം. ഓക്കെ മോനെ. ഓക്കെ. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. ആ പറയടി. ഹലോ, നിങ്ങളെവിടെയുള്ള? ഞാൻ അവിടെ തൊട്ടടുത്തുണ്ട്. വരുമ്പോ അൽഫാം മേടിച്ചിട്ട് വന്നാ മതിയേ. ഫുൾ അൽഫാം മേടിച്ചോ? അൽഫാമാ? അതെ. മോളെ എന്തെങ്കിലും വീട്ടിൽ കുറച്ച് ചോറ് വെച്ചുകൂടെ നമുക്ക്? നിങ്ങള് തീരാത്ത ചോറോ? എനക്കൊന്നും കഴിയില്ലേ? മോളെ നീ വെക്കണ്ട, ചോറും കറി ഞാൻ വെച്ചോളാം. നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ഡയറ്റ് ആണെന്ന്. എത്ര പ്രാവശ്യം പറയണോ ഇതല്ലോ? ചോറ് നിന്ന അത്ര നല്ലയൊന്നുമല്ല. ഞാൻ പറഞ്ഞ മേടിച്ചിട്ട് വന്നാ മതി. ആ ശരി മോളെ.